എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. എൻ്റെ നിറം കറുപ്പായത് കൊണ്ടാണോ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഇത്രയധികം പീഡനം അനുഭവിക്കേണ്ടി വന്നത്? ജോലിക്ക് നിന്ന വീട്ടിലെ മാല മോഷ്ടിച്ചെന്ന പരാതിയിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം മാനസിക പീഡനത്തിനിരയായ ബിന്ദു ചോദിക്കുന്നു. കാക്കിക്കുള്ളിലെ കാടത്തം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ദളിത് യുവതിയായ ബിന്ദുവിൻ്റെ അനുഭവം. നടന്ന സംഭവത്തെക്കുറിച്ച് ബിന്ദു പറഞ്ഞത് ഇങ്ങനെയാണ്. 3 ദിവസം മുൻപാണ് ആ വീട്ടിൽ ജോലിക്ക് വന്നത്. ഏപ്രിൽ 23 ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് പേരൂർക്കട സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. 3 പവന്റെ സ്വർണ്ണമാല കാണാനില്ലെന്ന് വീട്ടുകാർ നൽകിയ പരാതിയിലാണ് വിളിപ്പിച്ചത്. സ്റ്റേഷനിൽ എത്തിയപ്പോൾ മുതൽ മാലക്കള്ളിയെന്ന് വിളിച്ച് അധിക്ഷേപം തുടങ്ങി. ഫോൺ പിടിച്ചു വാങ്ങി. ഒറ്റവെച്ച ശേഷം കേട്ടാലറക്കുന്ന തെറി വിളിച്ചുകൊണ്ടാണ് പോലീസുകാർ സംസാരിച്ചത്. മാല ഞാൻ എടുത്തിട്ടില്ലെന്ന് പോലീസുകാരോട് കാലു പിടിച്ചു പറഞ്ഞു. രാത്രി 9 മണിയായിട്ടും ഞാൻ സ്റ്റേഷനിലാണെന്ന വിവരം വീട്ടിൽ അറിയിച്ചിട്ടില്ല. ഞാൻ എവിടെയാണെന്നറിയാതെ ഭർത്താവും പെൺമക്കളും പരക്കം പായുകയായിരുന്നു. രാത്രിയിൽ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെ പനമട്ടം വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. ജോലിക്ക് നിന്ന വീട്ടിലെ മാല ഞാൻ മോഷ്ടിച്ചെന്ന് പരിസരവാസികളോടടക്കം പോലീസ് പറഞ്ഞിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വരെ അപ്പോൾ ആലോചിച്ചു. തിരികെ സ്റ്റേഷനിലെത്തി വനിതാ പോലീസ് വ്യവസ്ഥയാക്കി പരിശോധിച്ചു. ആ സ്ത്രീയോട് ഞാൻ കരഞ്ഞു പറഞ്ഞു മാല എടുത്തിട്ടില്ലെന്ന്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കയറി വെള്ളം കുടിക്കാനാണ് SI പറഞ്ഞത്. സ്റ്റേഷനിൽ വരുന്ന എല്ലാവരും കാണുന്ന തരത്തിൽ എന്നെ തറയിലിരുത്തി. ജാതി പറഞ്ഞു, നിറത്തെ അപമാനിച്ചു. പോലീസ് അസഭ്യവർഷം നടത്തി. മാല എടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെയും ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെയും കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. രാവിലെ ഭർത്താവ് വാങ്ങിക്കൊടുത്ത ആഹാരം പോലും കഴിക്കാൻ സമ്മതിപ്പിച്ചില്ല. ജോലിക്ക് നിന്ന വീട്ടിൽ തന്നെ മാലയുണ്ടെന്ന് വിവരം കിട്ടിയപ്പോൾ പെൺമക്കളെയോർത്ത് ഇപ്പോൾ വിടുന്നുവെന്നും ഇനി പേരൂർക്കടയിലോ പരിസരത്തോ കണ്ടുപോകരുതെന്നും പറഞ്ഞാണ് വിട്ടയച്ചത്. ബിന്ദുവിൻ്റെ വിറയാർന്ന വാക്കുകൾ ഇങ്ങനെ. നിരപരാധിത്വം തെളിഞ്ഞിട്ടും മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തിയ ശേഷമാണ് ഫോൺ തിരികെ നൽകിയതും വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചതും. തുടർന്ന് മുഖ്യമന്ത്രിക്കും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്കും DGPക്കും ബിന്ദു പരാതി നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരൂർക്കട SI SG പ്രസീദിനെ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ RS അനൂപ് തുടരന്വേഷണം നടത്തുമെന്ന് കമ്മീഷണർ അറിയിച്ചു. സംഭവം വിവാദമായതോടെയാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് കണ്ടെത്തൽ. SI SG പ്രസാദ് പോലീസ് സേനയ്ക്ക് കടുത്ത അപമാനമുണ്ടാക്കിയെന്നും ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണമുണ്ടാകുമെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വിഷയത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്നും പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി OR കേളു പറഞ്ഞു. ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. പരാതിയുമായി സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അപമാനിച്ചതായി ബിന്ദു മാധ്യമങ്ങളിൽ പ്രതികരിച്ചതോടെ സംഭവത്തിന് രാഷ്ട്രീയ മാനവും കൈവന്നു. ഇതോടെ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ബിന്ദുവിനെ വീട്ടിലെത്തി സന്ദർശിച്ചു. അഭിഭാഷകനൊപ്പം പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ കോടതിയിൽ പോകാനാണ് P ശശി നിർദ്ദേശിച്ചതെന്നും പരാതി വായിച്ചു നോക്കാൻ പോലും തയ്യാറായില്ലെന്നും ബിന്ദു പറയുന്നു. എന്നാൽ പരാതിയെ ഗൗരവത്തോടെയാണ് സമീപിച്ചതെന്നും പോലീസുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ചുവെന്നും P ശശി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീട്ടിൽ നിന്ന് സ്വർണ്ണമാല തിരിച്ചു കിട്ടിയില്ലെങ്കിലും തൻ്റെ പരാതി സത്യമാണെന്ന് പേരൂർക്കട സ്റ്റേഷൻ പരാതി നൽകിയ വീട്ടമ്മ. വീട്ടിനുള്ളിലിരുന്ന മാലയാണ് മോഷണം പോയത്. എന്നാൽ വീടിന് പിന്നിൽ നിന്നാണ് നഷ്ടപ്പെട്ട മാല കണ്ടുകിട്ടിയത്. ആവശ്യമായ ഘട്ടത്തിൽ ഇതിനുള്ള തെളിവുകൾ പോലീസിനും കോടതിക്കും നൽകുമെന്നും പരാതി നൽകിയ അമ്പലമുക്ക് NCC റോഡ് ഭഗവതി നഗർ 17-ാം ബദൽ വീട്ടിൽ താമസിക്കുന്ന ഓമന ഡാനിയൽ പറയുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായില്ല. പരാതി നൽകിയതിനെ തുടർന്ന് നടപടിയെടുക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. നടപടി നേരിട്ട പോലീസുകാരൻ നിരപരാധിയാണെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും ഓമന പറഞ്ഞു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.